പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി മഞ്ജു സാഗറാണ്. ചിത്രകാരിയും എഴുത്തുകാരിയുമായ മഞ്ജു സാഗർ. നമസ്കാരം. നമസ്കാരം. ഒരു എഴുത്തുകാരിയാണ്, ചിത്രകാരിയുമാണ്. ഇതിലേതിനാണ് മുൻതൂക്കം കൂടുതൽ? രണ്ടും എനിക്ക് ഒരേപോലെയാണ്. ശരി. അപ്പോൾ ഈ ചിത്രകലയോടൊരു താല്പര്യം തോന്നിയത് എന്നു മുതലാണ്? അതായത് കുട്ടിക്കാലത്തെ വരയ്ക്കുമായിരുന്നോ? എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്തെ വരയ്ക്കുമായിരുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരയ്ക്കുമായിരുന്നു. എൻ്റെ സഹോദരൻ നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ അദ്ദേഹത്തെ കണ്ടാണ് എനിക്ക് ഈ ചിത്രകലയോട് കൂടുതൽ താല്പര്യം തോന്നിയത്. പക്ഷെ അന്നൊന്നും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അത് പഠിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പിന്നീട് വിവാഹത്തിന് ശേഷം എൻ്റെ സ്വദേശം കരുനാഗപ്പള്ളിയാണ്. അവിടുന്ന് കല്യാണം കഴിച്ച് മുളകുകാട് എന്ന ഗ്രാമത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ എൻ്റെ ഈ ചിത്രകലയുടെ താല്പര്യം കണ്ടറിഞ്ഞിട്ട് ഭർത്താവ് എന്നെ ഇവിടെ YMCA നന്ദമാഷിൻ്റെ അടുക്കെ വെങ്കട്ടരാമൻ മാഷ് നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് വിടുകയും അവിടെ പഠിച്ച്. പക്ഷേ പിന്നീട് അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം കുട്ടികളൊക്കെ കുറച്ച് മുതിർന്നതിന് ശേഷമാണ് എനിക്ക് ഇന്ത്യൻ സ്കൂൾ ഓഫ് ആർട്സിൽ തുടർന്ന് പഠിക്കാനായത്. ശരി. അപ്പോൾ ശാസ്ത്രീയമായി ചിത്രകല പഠിച്ചു? പഠിച്ചു. പക്ഷേ എനിക്കൊരു ഡിഗ്രിയോ അല്ലെങ്കിൽ നമ്മുടെ RLB പോലുള്ള സ്ഥാപനങ്ങളൊന്നും പഠിച്ചില്ല. ഞാൻ ഒരു സ്കൂളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ ഈ ചെറുതിലെ മുതലേ വരച്ചിരുന്നതൊക്കെ സൂക്ഷിച്ചിരുന്നോ? ഒട്ടും സൂക്ഷിച്ചിരുന്നില്ല. അന്ന് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. അന്ന് പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു. പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു. സ്കൂളിൽ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു ചിത്ര പ്രദർശനം അങ്ങനെയൊന്നും ഉണ്ടായോ? പിന്നെ കല്യാണം കഴിച്ച് നാട്ടിൽ വന്ന സമയത്ത് ഇതുപോലെ വരയ്ക്കുന്നതൊക്കെ കണ്ടിട്ട് അവിടെ ചിത്ര പ്രദർശനം നാട്ടിലുള്ള കലാകാരന്മാരോട് നടത്തി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ചിത്ര പ്രദർശനം. അതിനുശേഷം പിന്നീട് നിരവധി ചിത്ര പ്രദർശനങ്ങളുടെ ഭാഗമായി എറണാകുളത്ത് നടന്നിട്ടുള്ള പല ഗ്രൂപ്പുകളിലും നടത്തിയിട്ടുള്ള എക്സിബിഷനുകളുടെ ഭാഗമായി പിന്നീട് ഞങ്ങൾ സ്വന്തമായിട്ട് ആർട്ട് ഗ്രൂപ്പ് സംഘടന തുടങ്ങുകയും നിരവധി ക്യാമ്പുകൾ ഞങ്ങൾ നടത്തുകയും എക്സിബിഷനുകൾ ലളിതകല അക്കാദമി, ദർബാർ ഹാൾ ആർട്ട് ഗാലറി, ആലപ്പുഴ ലളിതകല അക്കാദമി, കൊച്ചി ഡേവിഡ് ഹാള്, ഇവിടെയൊക്കെ ഞങ്ങളുടെ എക്സിബിഷനുകൾ നടത്തി. ഇതോടൊപ്പം തന്നെ നിരവധി സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ചിത്ര പ്രദർശനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ചോല ആർട്ട് ഗാലറി, അങ്ങനെ നിരവധി തൃശ്ശൂർ പ്രൈവറ്റ് ഗാലറികളിലൊക്കെ എക്സിബിഷനുകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ചിത്രങ്ങളൊക്കെ വിറ്റഴിച്ചോ? കുറേ ചിത്രങ്ങളൊക്കെ വിറ്റുപോയിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിലും എൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് എറണാകുളത്തുള്ള. ശരി. അപ്പോൾ എഴുത്ത് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇതുപോലെ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എഴുതുമായിരുന്നു. എഴുത്തിലേക്ക് വന്നത് പറയുകയാണെങ്കിൽ ചെറുപ്പം തുടങ്ങി എഴുതുമായിരുന്നു. കോളേജ് മാഗസിനിലൊക്കെ അച്ചടിച്ച് വരുമായിരുന്നു. പിന്നീട് ഭർത്താവിൻ്റെ വീട്ടിൽ വരികയും അവിടെ വെച്ച് എഴുതുകയും ചെയ്തപ്പോൾ ഹസ്ബൻഡിന് ഇത് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ചില മാസികകളിലൊക്കെ ഞാൻ എഴുതിയിരുന്നു. പീറ്റർ എന്ന് പറയുന്ന ഒരു മാഷ് ഉണ്ടായിരുന്നു. ആ മാഷ് ഒരു കഥാസമാഹാരം ഞങ്ങളുടെ ഒരു 3 പേരുടെ ഇറക്കാനായിട്ട് തീരുമാനിക്കുകയും കഥ തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുവേണ്ടി ഞാനൊരു കഥ എഴുതിയിട്ട് സാറിന് കൊടുത്തപ്പോൾ സാറ് പറഞ്ഞു, ഇത് പ്രസിദ്ധീകരിച്ച് വരേണ്ടതാണ്, ഇതൊരു പുസ്തകമാകേണ്ടതല്ല എന്ന് പറയുകയും അതിന് വഴി ഒരുക്കുകയും ഒരു ബോണി തോമസ് എന്ന് പറഞ്ഞൊരു കലാകാരൻ അദ്ദേഹം അത് വായിക്കുകയും അത് മാധ്യമത്തിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ കഥ അച്ചടിച്ച് വരുന്നത്. അതിനുശേഷം നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്, കവിതാ സമാഹാരങ്ങളുടെ ഭാഗമായിട്ടുണ്ട്, ആനുകാലികങ്ങൾ സ്ഥിരമായിട്ട് എഴുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇലസ്ട്രേഷൻസും ചെയ്യുന്നുണ്ട്. ഈ കഥകൾക്കും കവിതകൾക്കും ഒക്കെ ഇലസ്ട്രേഷൻസും ചെയ്യുന്നുണ്ട്. മഞ്ജു തന്നെയാണ് സ്വന്തം കഥയ്ക്കും കവിതയ്ക്കും വരയ്ക്കുന്നത് അല്ലേ? അതോടൊപ്പം മറ്റുള്ളവരുടെ കഥകൾക്കും വരച്ചു കൊടുക്കാറുണ്ട്. ലാസ്റ്റ് സാനിമാഷ് എഴുതിയ തപസ്വിനിയമ്മ, അദ്ദേഹത്തിന്റെ അവസാനത്തെ പുസ്തകമാണ് പ്രണത ബുക്സ് ഇറക്കിയത്. അതില് ഇലസ്ട്രേഷൻസ് ചെയ്തത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. പിന്നീട് എന്റെ തന്നെ സൃഷ്ടികൾക്കും ഇലസ്ട്രേഷൻസ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, വരച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് FM റേഡിയോയിൽ 7ഓളം കഥകൾ, കുട്ടികൾക്കായുള്ള കഥകൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. പിന്നെ റേഡിയോ മലയാളത്തിൽ 3 കഥകളും സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചോ? കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ടാണ് അടുത്ത ലക്ഷ്യൻ്റെ ഏകദേശം 15ഓളം കഥകൾ അതിനു വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നവമാധ്യമങ്ങളിൽ സ്ഥിരമായിട്ട് എഴുതുന്നുണ്ട്. ശരി.
ലോകത്തെ വരച്ച മാന്ത്രിക വിരലുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാസ്റ്റേഴ്സിനെ, ലോകത്തിലെ ചിത്രകാരന്മാരായ മാസ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് അത് എഴുതുന്നത്. അതൊരു പുസ്തകമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കഥകൾ സമാഹരിച്ചിട്ട് അതും അടുത്ത ലക്ഷ്യമാണ്. അതിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഇപ്പൊ പ്രദർശനം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇപ്പൊ നിലവില് നമ്മുടെ അന്തരിച്ചു പോയിട്ടുള്ള ക്ലിന്റ് എന്ന ബാല ചിത്രകാരനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ചിത്രങ്ങൾ GCDA കോംപ്ലക്സിൽ കടവന്ത്രയിൽ ഒരു ഗാലറി, സ്ഥിരം ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പൊതു വിഭാഗത്തിന് വേണ്ടിയിട്ടൊരു ഗാലറി സ്പേസ് കൂടിയുണ്ട്. അവിടുത്തെ ആദ്യത്തെ ചിത്ര പ്രദർശനം സിയാൻ വിസ്റ്റ എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രൂപ്പാണ് 15 ചിത്രകാരികളുടെ ചിത്ര പ്രദർശനം മാർച്ച് 30 ഉദ്ഘാടനം ചെയ്തു. ഈ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ കൂടുതലും ഏതുതരം ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്? പെയിന്റിംഗ് ആണല്ലോ. പെയിന്റിംഗ് ചെയ്യുമ്പോൾ അത് റിയലിസ്റ്റിക് ആണോ? റിയലിസ്റ്റിക് ആണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഒപ്പം അബ്സ്ട്രാക്റ്റും ചെയ്യാറുണ്ട്. റിയലിസ്റ്റിക് എനിക്ക് പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ചിത്രങ്ങളാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കണ്ടൽക്കാടുകൾ, മുളകാട് മേഖലയിൽ കണ്ടൽക്കാടുകൾ നിരവധി ഉണ്ടല്ലോ. ശരിക്കും കണ്ടലുകളാണല്ലോ നമ്മളുടെ ഭൂമിനെ ഈ തീരദേശ മേഖലയിലുള്ള ഉപ്പ് പ്രദേശങ്ങൾ, ഉപ്പ് കയറുന്ന പ്രദേശങ്ങളിൽ ഒരു സംരക്ഷണ കവചമായിട്ട് നിൽക്കുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. തുടർന്നും അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന ചിത്രങ്ങളാണ് കൂടുതൽ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? അതെ അതെ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആവലാതികളാണ് കൂടുതലും ഉള്ളത് എൻ്റെ ചിത്രങ്ങളിലും എഴുത്തിലും ഒക്കെ തന്നെ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ കല്ലൻ പൊക്കുടനെ ഓർക്കാതെ വയ്യ അല്ലേ? കല്ലൻ പൊക്കുടനെ വരച്ചിട്ടുണ്ട്. അശാന്തന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ചിത്രം പ്രദർശനം നടന്ന സമയത്ത് കല്ലൻ പൊക്കുടന്റെ ചിത്രമായിരുന്നു ഞാൻ വെച്ചത്. ശരി. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ നിരവധി ആദരവുകള്, സാംസ്കാരിക സംഘടനകളുടെ ആദരവുകള് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ബഹുമതികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ എഴുത്തിനും വരയ്ക്കും വേണ്ടിയിട്ടുള്ള. അങ്ങനെ നിരവധി എല്ലാ അവാർഡുകളും ഈ ആദരവുകളാണ്. ഞാൻ അവാർഡിന് വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടോ അങ്ങനെ അയച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾക്ക് ആദരവുകൾ കിട്ടിയിട്ടുണ്ട്. മുളോട് പഞ്ചായത്തിന്റെ ആദരവുണ്ട്, സാംസ്കാരിക വകുപ്പിന്റെ കടൽമിഴി ആദരവ് കിട്ടിയിട്ടുണ്ട്, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ PG ആന്റണി സ്മാരക ആദരവ് കിട്ടിയിട്ടുണ്ട്, വനിതാ സാഹിതിയുടെ ആദരവ് കിട്ടിയിട്ടുണ്ട്, സ്റ്റൈലറ്റ് ലിറ്ററേച്ചർ ഫോമിന്റെ കിട്ടിയിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ ആദരവ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം പറയാനുള്ളത്, ഈ അറിയപ്പെടാത്ത 100 വനിതകളുടെ എന്ന് വെച്ചാൽ എഴുത്തിൽ ടാലന്റ് ഉള്ള 100 വനിതകളുടെ കവിതാ സമാഹാരം ജില്ലാ പഞ്ചായത്ത് മുൻകൈ എടുത്ത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമാകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവരുടെ എല്ലാ പരിപാടിക്കും സ്ത്രീകളുടെ ആ കൂട്ടായ്മ അങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു കൂട്ടായ്മയൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യം. അത് വിട്ടുപോയതാണ്. പിന്നെ ഞങ്ങള് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ ഇതില്. കൂട്ടായ്മയുണ്ട് ഈ സിയാൻ വിസ്റ്റ എന്ന് പറയുന്നത്. അതിപ്പോ ആദ്യത്തെ പ്രദർശനം മഹാകവി G ഗാലറി, അത് മറൈൻ ഡ്രൈവിലാണ്. അതിന്റെ പ്രദർശനം അവിടെയും ഞങ്ങൾ സ്ത്രീകളുടെ ഈ സിയാൻ വിസ്റ്റയുടെ പ്രദർശനം ഉണ്ടായിട്ട്. പിന്നെ കുടുംബം, അതുപോലെ തന്നെ കുടുംബം നമ്മളോട് എല്ലാ സ്വാതന്ത്ര്യവും തന്ന് എല്ലാ സപ്പോർട്ടും തരുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കള്, ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹവും ഒക്കെയാണ് നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരുന്നത്. ഭർത്താവ് അധ്യാപകനായി ഇപ്പൊ റിട്ടയർഡായി. പ്രേം സാഗർ, 2 കുട്ടികള്, മകൻ വിഷ്ണു സാഗർ, മകള് ശിവാനി സാഗർ. മകൻ കല്യാണം കഴിച്ചു, അവളുടെ പേര് ഗോപിക. അവർ 2 പേരും UK-ലാണ്. മകള് ഫ്രഞ്ച് ലിറ്ററേച്ചറിന്റെ PG ചെയ്യുന്നു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കണ്ടാണ് നമ്മുടെ പാഷൻ വൈകിയാണെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റുന്നത്. അതെ അതെ. അവരെ വരയ്ക്കോ? അവരൊക്കെ വരയ്ക്കും, എന്നാലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഞാൻ മുളകാട് വന്നപ്പോൾ മുളകാട് ശരിക്കൊരു ഗ്രാമപ്രദേശമായിരുന്നു. എന്നുവെച്ചാൽ എറണാകുളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുകയാണെന്നെങ്കിലും വികസനമൊന്നും അധികം വരാത്തൊരു സ്പേസ് ആയിരുന്നു. എന്നാലോ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിന്ന ആളുകൾ ജീവിച്ച ഇടവുമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഈ എറണാകുളത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഈ ഗോശ്രീ പാലം വന്നതിന് ശേഷം, പാലം മാത്രമല്ല റോഡും വന്നതിന് ശേഷം പെട്ടെന്നാണ് നമ്മളുടെ നഗരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് എത്തിച്ചേരുകയും ആ ഒരു ഗ്രാമാന്തരീക്ഷം നിലനിന്നുകൊണ്ട് തന്നെ ഒരു ടൗണിന്റെ എല്ലാ കൾച്ചറും അവിടെയുണ്ട്. സെബീന റാഫി, മുഹമ്മദ് റാഫി, അങ്ങനെയുള്ള സാഹിത്യകാരന്മാർ ഇപ്പം ജോണി മിറാണ്ട, അതുപോലെ തന്നെ ബോണി തോമസ്, സ്പോർട്സിൽ തന്നെ വളരെ പ്രശസ്തരായ ആളുകൾ,
അതുപോലെ പല കലാമേഖലകളിലും സാന്നിധ്യമായിട്ടുള്ളവർ ഉള്ള സ്ഥലമാണ് ഡിക്കോത്ത്. പിന്നെ റേഡിയോയിൽ തന്നെ ഉണ്ടായിരുന്ന തെന്നലിന്റെ നാടാണ്. തന്നെയല്ല വളരെ സാംസ്കാരികമായിട്ടും ഉയർന്ന ചിന്താഗതിയുള്ള ഒരു സമൂഹമാണ് മുളവുകാടുള്ളത്. അവിടെ ജീവിച്ചത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ അത് ടൗണിലേക്ക് നമ്മൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നത് കൊണ്ടും ഇതിനുള്ളൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായി എന്നുള്ളത് അത് ഓർക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അതൊരു ഭാഗ്യമാണ്. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടിയതുകൊണ്ടാണ് എഴുത്തിലും വരയിലും ഒക്കെ മുന്നോട്ട് വരാൻ പറ്റി. എങ്ങും എത്തിയെന്നല്ല, ആ ഒരു യാത്ര തുടരാൻ പറ്റുന്നത് അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിലാണ്? ഒരു സ്ത്രീപക്ഷ രചനയാണോ അതോ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചാണോ കഥ എഴുതുമ്പോൾ എപ്പോഴും പ്ലോട്ടായിട്ട് വരുന്നത് എന്താണ്? ലൗലി പറഞ്ഞ പോലെ സ്ത്രീപക്ഷ രചനകളും കുട്ടികളുടെ കഥകളും ഒക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതെ, എഴുതാൻ ആഗ്രഹവും. ഒരുപാട് വായിക്കുമോ? വായിക്കും, ധാരാളം വായിക്കും. പുതുകാല രചനകളും പിന്നെ അതുപോലെ പറയാതിരിക്കാൻ എറണാകുളം പബ്ലിക് ലൈബ്രറിയുടെ ഒരു സാംസ്കാരിക വേദിയും കവിതാവേദിയും ഉണ്ട്. അതിന് സജീവ പ്രവർത്തകയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും സ്ത്രീ എഴുത്തുകളും എല്ലാം കൂടുതലായിട്ട് വായിക്കാനും അവരോട് സംവേദിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ മാധ്യമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൂടുതലും ഇത്തരം എഴുത്തുകാർക്ക് ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ അതെ, ഒത്തിരി ഒത്തിരി. ഇപ്പൊ ശരിക്കും നവമാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം കിട്ടണേണല്ലോ. സ്വന്തം രചനകൾ, സ്വന്തം സൃഷ്ടികൾ നേരത്തെ എന്ന് വെച്ചാൽ പബ്ലിഷ് ചെയ്ത് വരണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വേയിലൂടെ വേണമായിരുന്നു അത് പ്രകാശിപ്പിക്കാൻ. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും സ്വന്തം വോളുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങൾ ആത്മപ്രകാശനം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ആളുകൾ എഴുതുന്നുണ്ട്. അത് കൂടുതൽ വിമർശനവും വരുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും സ്വന്തം സ്പേസ് അല്ലേ, സ്വന്തം ആശയങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള ഒരു സ്ഥലം, ഒരിടം ഇപ്പൊ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് കവിതകളും രചനകളും ഒക്കെ വരുന്നുണ്ട്, ഒത്തിരി സ്പേസ് കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഇത് കുറച്ച് ആളുകൾ അത് പ്രസിദ്ധീകരിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മകളും നിരവധിയുണ്ട്. അതിലൂടെ കുറച്ചുപേരൊക്കെ പറ്റിക്കപ്പെടുന്നുമുണ്ട് കേട്ടോ, പബ്ലിഷ് ചെയ്യാനായിട്ട്. പക്ഷെ അത് ഈ നവമാധ്യമങ്ങളാണ് കേട്ടോ ഒത്തിരി കവികളെയും എഴുത്തുകാരെയും ഒക്കെ സൃഷ്ടിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരു ഇതിലൂടെ ഒരു പ്രൊമോഷൻ കിട്ടുന്നുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായും സ്ത്രീകൾക്ക് പഴയ പോലെ അല്ലല്ലോ, പണ്ടത്തെ കാലത്തിലെ സ്ത്രീകളെ പോലെയല്ല ഇപ്പോഴുള്ള സ്ത്രീകൾക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തോടെ അവരുടെ പാഷന് പിന്നാലെ പോകാൻ കഴിയുന്നുണ്ട്. അതിനുവേണ്ടി അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ, യങ് ജനറേഷൻ, അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും തരത്തിലെ കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ പ്രകാശിപ്പിക്കാനോ അതൊക്കെ കൊണ്ടു നടക്കാനോ ഉള്ള സ്പേസ് കുട്ടികൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അതെ അതെ, ഇപ്പോഴത്തെ നമ്മൾ ഈ ന്യൂജൻ എന്ന് പറയുന്നവർ അല്ലേ, മുതിർന്നവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ. സാധാരണ അച്ഛനമ്മമാര് പ്രായമായാൽ അവർ വീട്ടിലിരിക്കുക എന്നൊരു നയമാണ് സാധാരണ, പണ്ടൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ അല്ലെങ്കിൽ അവർക്ക് പുറത്തു പോകണമെങ്കിൽ അല്ലേ, അവരുടേതായ ഒരു ലൈഫ് അവർക്ക് വേണമെങ്കിൽ അത് ഈ കുട്ടികൾ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അതെ അതെ, അത് നമ്മളിപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിൽ പൊതുവെ, കേരള സമൂഹത്തിൽ തന്നെയല്ല ഇന്ത്യയിലാണെങ്കിൽ എവിടെ നോക്കിയാലും സ്ത്രീകൾക്ക് കുറച്ചും കൂടി അവരുടെ ആഗ്രഹങ്ങൾ നടപ്പിൽ വരുത്താനോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 10 വർഷത്തിന് മുമ്പ് വരെ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതെ അതെ, തീർച്ചയായും. ജോലി എന്തെങ്കിലും ചെയ്യണ്ടോ? ഞാൻ എഴുത്തിൻ്റെയും വരയുടെയും ഒപ്പം തന്നെ ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്. അതും ഞാൻ ഹസ്ബൻഡും കൂടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ശരി, വീട്ടിലൊരു സ്ഥാപനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ ഇടയിൽ ഈ വര, എഴുത്ത്, അതെ അതെ, അതും സമയം അത് കണ്ടെത്തി ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് വീട്ടിൽ ഭർത്താവ് ഒരുക്കി തരുന്നതുകൊണ്ടാണ് എനിക്ക് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എഴുത്തിനൊക്കെ കുറച്ച് നല്ലോണം സമയം വേണമല്ലോ, കുറച്ച് അധികം വായിക്കണം, അതുപോലെ ചിന്തിക്കാനുള്ള സമയം വേണം. അതൊക്കെ സ്വയം കണ്ടെത്തിയാണ് മുന്നോട്ട് പോകുന്നത്. എഴുത്തിന്റെ ഒരു രീതി എങ്ങനെയാ? എഴുതി വച്ചതിന് ശേഷം പിന്നീട് റീറൈറ്റ് ചെയ്യുമോ അതോ? ഇപ്പൊ ഒരു ത്രെഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലിട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമല്ലോ. എഴുത്തുകാരുടെ ഒരു ശീലം അങ്ങനെയാണ്. പിന്നീട് അത് എഴുതി ഒറ്റ പ്രാവശ്യം എഡിറ്റ് ചെയ്യാറുള്ളൂ. അതിന്റെയൊക്കെ ഒരു കുഴപ്പവും പിന്നീട് നമുക്ക് കാണാറുണ്ട്. കാരണം വെച്ചാൽ പഴയ കഥകളൊക്കെ എടുത്ത് വായിക്കുമ്പം നമ്മൾക്കിപ്പോൾ അത് കുറച്ചും കൂടിയൊക്കെ നന്നാക്കാമായിരുന്നു എന്ന് പിന്നീട് തോന്നും രണ്ടാമത് വായിക്കുമ്പോൾ. അത് കുറച്ചും കൂടി. പക്ഷെ ഇപ്പോഴത്തെ രചനകളും എല്ലാം മാറിയല്ലോ. പഴയ നമ്മുടെ മാസ്റ്റേഴ്സ് എഴുതി വെച്ചേക്കുന്നതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലാണല്ലോ പുതിയ കുട്ടികൾ എഴുതുന്നത്. അപ്പൊ അതും വായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിനോട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോയെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് ഒരു എഴുത്തുകാരന് നിലനിൽക്കാൻ പറ്റുള്ളൂ, എഴുത്തുകാരിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. എഴുതുമ്പോൾ
കവിതയാണോ കൂടുതൽ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത്, അതൊരു കഥയാണോ? കവിതയാണ് എനിക്ക് കുറച്ചും കൂടി, ഈ ഗദ്യ കവിതകളാണ് എഴുതുന്നത്. പക്ഷെ അത് വായിച്ചിട്ടുള്ളവർ പറയണത് നിനക്ക് കഥയാണ് കുറച്ചും കൂടി ചേരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുള്ളവര്. അല്ല, മഞ്ജുവിന്റെ എനിക്കൊരു സംതൃപ്തി കിട്ടുന്നത് കവിത എഴുതുമ്പോഴാണ്. ശരി. മുഖ്യധാര മാസികകളിലൊക്കെ തന്നെ അത് അച്ചടിച്ച് വന്നിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഇലസ്ട്രേഷൻസും അതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ശരി. ഇനി ഈ പറഞ്ഞ പോലെ ഈ കഥാ സമാഹാരം ഇറക്കണം, ലേഖനങ്ങളുടെ ആ ഒരു സമാഹാരവും കുട്ടികളുടെ കഥകളും അത് പബ്ലിഷ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി കുറച്ചുകൂടെ എഴുതാനുണ്ട്. ഏകദേശം എത്ര കഥ എഴുതി? ഏകദേശം 10-30ഓളം കഥകൾ എഴുതിയിട്ടുണ്ട്. കവിതകളോ? കവിതകള് 15 എണ്ണം പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കാത്തതും ഉണ്ട്. അപ്പം അത് ഇനി ഒരു സമാഹാരമായിട്ട് പുറത്തു വരും അല്ലേ? അതെ. പിന്നെ പറയൂ, ഞങ്ങളുടെ ഒരു സോളോ എക്സിബിഷൻ ഇപ്പൊ ഞങ്ങള് ഗ്രൂപ്പ് എക്സിബിഷനുകളുടെ ഭാഗമായിട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി എനിക്ക് സ്വന്തമായിട്ടൊരു എക്സിബിഷൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ ഗാലറികളൊക്കെ നമ്മൾക്ക് കിട്ടാനായിട്ട് പാടാണ്. പ്രൈവറ്റ് ഗാലറികളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ജി ഗാലറിയും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന സിയാൻ വിസ്റ്റ കടവന്ത്രയിലെ ക്ലിന്റിന്റെ ഗാലറിയും ഒക്കെ നല്ലൊരു സ്പേസ് ആണ്. അവിടെയൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പുറം രാജ്യങ്ങളിലുള്ളൊരു പ്രദർശനമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവസരം വന്നാൽ ചെയ്യുമല്ലോ അല്ലേ? ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അത് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. മഞ്ജുവിന്റെ ഹോബീസോ അങ്ങനെ എന്തെങ്കിലും വേറെ പറയൂ. ഹോബീസ് പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ, ഇതിനൊക്കെ തന്നെ സമയം കിട്ടണില്ലല്ലോ. വായന, എഴുത്ത്, വര, ഇതൊക്കെ തന്നെ ഹോബീസ്. അതിനോടൊപ്പം തന്നെ വീട്ടിലുള്ള കാര്യങ്ങളും ചെയ്യണമല്ലോ. പിന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങളുടെ കസിൻസ്. അവരെല്ലാവരും തന്നെ എനിക്ക് സപ്പോർട്ടാണെന്നുള്ളതാണ് വളരെ സന്തോഷത്തോടെ അറിയിക്കാനുള്ളത്. പിന്നെ ക്ലിന്റ് ഗാലറിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ക്ലിന്റ് എന്ന് പറഞ്ഞ ചിത്രകാരൻ ലൗലിക്ക് അറിയാമല്ലോ. അത് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയത്. അദ്ദേഹം വരച്ചിട്ടുള്ള ചിത്രങ്ങളുടെ പ്രദർശനം ഇപ്പൊ അവിടെ സ്ഥിരം ഗാലറിയാണ്. ആ ഗാലറിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ കോപ്പീസാണ്. അത് ബാക്കിയുള്ള ഒറിജിനൽസ് ഒക്കെ അത് ആർക്കൈവ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അന്ന് അറിയാൻ കഴിഞ്ഞത്. ആ പ്രദർശനം നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. കാര്യം എന്ന് വെച്ചാൽ അത്രയും വലിയൊരു പ്രതിഭ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് ആ ഗാലറി. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അത്രയും ചെറിയ പ്രായത്തിൽ അത്രയും ഭാവനയോടുകൂടി വരച്ച കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. ആ ചിത്രങ്ങളൊക്കെ ജനങ്ങൾ പോയി കാണേണ്ടത് തന്നെയാണ്. പല ചിത്രങ്ങളും പെർഫെക്ഷനോടുകൂടി ഉള്ളതാണ് അല്ലേ? അതെ. ക്ലിന്റ് വരച്ചതിൽ എനിക്ക് തോന്നുന്നു ഒരു തെയ്യം കലാകാരനാണോ? അതെ, തെയ്യം മുച്ചിലോട്ട് ഭഗവതി തെയ്യം വരച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം അത്ര ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി അത്തരം ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിന്റെ ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അതെ. പക്ഷെ അത് അങ്ങനെ പറയുന്നുണ്ടായി ക്ലിന്റിന്റെ അമ്മ. ക്ലിന്റിന്റെ ചിത്രങ്ങള് തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം തെയ്യം കലാകാരന്മാർ വന്നിട്ട് ആ ചിത്രങ്ങൾ കാണുകയും മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യമാണ് അന്ന് വരച്ചത്. അതിലത്ര പെർഫെക്ഷനായിട്ട് ചെയ്യാൻ പാടില്ല. എല്ലാ വെച്ച് കെട്ടലുകളും അത് വരയ്ക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ മുഖത്തെഴുത്തും മറ്റുമൊക്കെ എല്ലാം കൃത്യമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ചെയ്തവരൊന്നും മരണപ്പെട്ടു പോകുമെന്നാണ് ആ കണ്ട തെയ്യം കലാകാരൻ പറഞ്ഞത് എന്നൊക്കെ അന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞതിൽ നിന്ന് ഓർക്കുന്നു. ശരി. അത് മാത്രമല്ല, തെയ്യം കലാകാരൻ്റെ മാത്രമല്ല, നിറയെ ചിത്രങ്ങൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ക്ലിന്റ് കണ്ടിട്ടുള്ള ചുറ്റുപാടുകൾ കണ്ടിട്ടുള്ള എല്ലാം അവിടെ വരച്ചിട്ടുണ്ട്. നല്ലൊരു ചിത്രപ്രദർശനമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ മാസ്റ്റേഴ്സിൻ്റെ ഒപ്പം നിൽക്കാവുന്ന ഒരു ചിത്രകാരനായേനെ. തീർച്ചയായും. ഇപ്പം മഞ്ജു വരയ്ക്കുകയും എഴുതുകയും ചെയ്യും അല്ലേ? സ്വന്തമായിട്ടൊരു സ്ഥാപനം വീട്ടിൽ നടത്തുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ വേണമെന്ന് വിചാരിച്ചാൽ ഏത് കാര്യവും ചെയ്യാൻ മിടുക്കരാ അല്ലേ? സ്ത്രീകൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം സ്വപ്നങ്ങളും ഉറപ്പായിട്ടും അത് നടപ്പാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനും അങ്ങനെ തന്നെ ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്ന് പൊടിതട്ടി എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കാനോ ഉള്ള ഒരു അവസരങ്ങൾ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്വയം സൃഷ്ടിച്ചെടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് വരണം അല്ലേ? അവരുടെ കഴിവുകളെ വികസിപ്പിച്ച്. അതെ അല്ലേ? എന്ന് വെച്ചാൽ അതിനുള്ള സ്പേസ് നമ്മുടെ വീട്ടിലുള്ളവർ അത് കൊടുക്കേണ്ടതാണ്.
അത് ഓരോരുത്തരും സ്വയം ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അവനവൻ്റെ വീട്ടിൽ സ്ത്രീകൾക്ക് വേണ്ട സ്പേസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലുള്ള ശ്രദ്ധ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഇടം അവർ ഒരുക്കി കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ തൊഴിലെടുത്ത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു തൊഴിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിലൊരു നമുക്കൊരു തൊഴിൽ ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള സ്കില്ല് കൊണ്ട് അല്ലേ, നമുക്കുള്ള കഴിവുകൾ അല്ലെങ്കിൽ നമുക്കൊരുപാട് ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ ഉണ്ടാവും. നമ്മളൊരു പക്ഷേ നമ്മളെ എക്സ്പ്ലോർ ചെയ്താൽ അത് കണ്ടെത്താനും പറ്റിയേക്കും അല്ലേ? ഉറപ്പായിട്ട്. ഇപ്പൊ തന്നെ കുടുംബശ്രീ പോലുള്ള സ്ഥാപനങ്ങൾ വന്നില്ലേ, അതിൽ എല്ലാ സ്ത്രീകളും അതിൽ അംഗമാണ്. ഏറ്റവും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടെന്ന് പറയുന്ന സ്ത്രീകൾ പോലും അവരുടെ പാഷനും അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് പറ്റി. അതിലൂടെ അവര് സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു അങ്ങനെയുള്ള സംഘടനകൾ. അത് ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ്. അതുപോലെ നിരവധി സംരംഭങ്ങളും സ്ഥാപനങ്ങളും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ആത്യന്തികമായിട്ട് സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങണം. അതെ അതെ, ഞാൻ പറഞ്ഞല്ലോ, ആരും തരേണ്ട സ്വാതന്ത്ര്യമൊന്നും അല്ല, നമ്മൾ തന്നെ നമ്മളുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്, ആരുടെയും ഔദാര്യമല്ല. അപ്പോൾ മഞ്ജുവിൻ്റെ ഈ എഴുത്തിനെ കുറിച്ചും പിന്നെ ചിത്രകലയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. മഞ്ജുവിൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ട് വരണം അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള കഴിവുകളൊക്കെ പുറത്തെടുത്ത് സ്വയം പര്യാപ്തതയിലേക്ക് വരണം. അതാണ് മഞ്ജു നമ്മളോട് പറഞ്ഞു വെച്ചത്. കുടുംബത്തിനെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായും. അപ്പോൾ ഈ ആകാശവാണിയിൽ വരാനും ഇവിടെ ഇങ്ങനെ സംസാരിക്കാനും കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. കാര്യം ആകാശവാണി റേഡിയോ നമ്മളെ കുഞ്ഞുനാളിൽ തുടങ്ങി നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു മീഡിയമാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ടി വിയുടെ ഒരു ഇത് വന്ന സമയത്തൊന്ന് കുറഞ്ഞു എങ്കിലും പഴയതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ ജനഹൃദയങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഈ റേഡിയോ വന്നു കഴിഞ്ഞു. അതിപ്പോൾ ഇവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അതെ, മഞ്ജുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാനും നമുക്ക് കഴിഞ്ഞു. താങ്ക് യു മഞ്ജു. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഹയാത്രികയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എഴുത്തുകാരിയും ചിത്രകാരിയുമായ മഞ്ജു സാഗറാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. സഹ